തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തിൽ ഈ മാസം 26-ാം തീയതി പോളിംഗാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നും എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനം നിറഞ്ഞു നിന്നിരിക്കുകയാണ്. ജനങ്ങളിലും ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്ത് നേടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ സാന്നിധ്യം വർദ്ധിപ്പിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ അനുകൂല തരംഗം കേരളത്തിലാകെ ഉയർന്നു വരികയാണ്. നല്ല വിജയം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുന്നത് ഒന്ന് BJPയും UDFുമാണ്. UDF എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ മത്സരിക്കുന്നത്? BJP സംഘപരിവാർ ശക്തികൾക്കെതിരായി ജീവൻ കൊടുത്ത് പോരാടി വലതുപക്ഷ ശക്തികൾക്കെതിരായി ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ, ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി ഒരു ബദൽ ശക്തിപ്പെടുത്താൻ നിർണായകമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. 2004 കേരളത്തിൽ നിന്ന് 18 ഇടതുപക്ഷ MPമാർ പാർലമെന്റിലേക്ക് ജയിച്ചു വന്നു. ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ ഒരു തൂക്ക് പാർലമെന്റാണ്. ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു പാർലമെന്റ് വന്നപ്പോൾ BJP കുറെ കക്ഷികളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പിടിക്കാൻ ശക്തമായ നീക്കം നടത്തി. കേരളത്തിൽ നിന്ന് 18 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി, UDFനെ പരാജയപ്പെടുത്തി ഡൽഹിയിലെത്തിയ ഇടതുപക്ഷം BJP ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള നീക്കത്തെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPMന്റെ 41 MPമാർ, ഇടതുപക്ഷത്തിൻ്റെ 61 MPമാർ കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. കോൺഗ്രസോട് പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കും. BJPയുടെ ഭരണം ഇന്ത്യയിൽ അധികാരത്തിൽ വരാതിരിക്കാൻ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ, ജനക്ഷേമകരമായി ഭരണം നടത്തണം. ഇടതുപക്ഷം പിന്തുണ കൊടുത്തു. അങ്ങനെയാണ് UPA ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നത്. ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ള, തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ BJPയെക്കാളും ശക്തമായി എതിർക്കുന്നത് കോൺഗ്രസ് UDFാണ്. UDFന്റെ മുഖ്യമായ എതിരാളികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJPയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ്. BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ UDF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നിട്ടുള്ള UDFന്റെ പ്രചരണ ക്യാമ്പയിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇന്നതിൻ്റെ എല്ലാ കാലത്തെയും ജീർണത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ദുർബലമാവുകയാണ്. സോണിയാഗാന്ധി അസുഖമായി അവർ രാജ്യസഭയിലേക്ക് പോയി. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. പ്രാപ്തിയുള്ള നേതാക്കൾ പലരും കോൺഗ്രസ് വിട്ടുപോയി. ഗുലാം നബി ആസാദിനെ പോലെ കാശ്മീരിൽ നിന്ന് വളർന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഉയർന്നു വന്നവരെല്ലാം ഇപ്പോൾ കോൺഗ്രസ് വിട്ട് പുറത്തു പോയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വം
RSSനോട് കാണിക്കുന്ന മൃദു സമീപനം കണക്കിലെടുത്തുകൊണ്ടാണ് ഗുലാം നബി ആസാദിനെ പോലെയുള്ളവർ കോൺഗ്രസ് വിട്ട് പുറത്തുപോയത്. ഇപ്പോഴും ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാം, അരുണാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ ഏതാണ്ട് 10ഓളം അസംബ്ലി സീറ്റിൽ അവിടെ BJPക്ക് എതിരില്ല. അവിടെ BJPക്ക് എതിരായി മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം പണവും വാങ്ങിപ്പോയി. അവിടെ BJPക്ക് എതിരായി സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത ദേശീയ നേതൃത്വത്തിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയെ നയിക്കാനാണ്. ഇന്ത്യ 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന മഹാരാജ്യമാണ്. ഏതാണ്ട് കാശ്മീർ ഒഴിവാക്കിയിട്ട് BJP ഇപ്പോൾ 28 സംസ്ഥാനമുണ്ട്. ആ 28 സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു രാഷ്ട്രത്തെ നയിക്കാൻ ത്രാണിയും കരുത്തുമുള്ള കോൺഗ്രസ് നേതൃത്വമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് കൊഴിച്ചൽ തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടു പോവുകയാണ്. കോൺഗ്രസിൻ്റെ AICCയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി പ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, അവരുടെ ടെക്നോളജിയുടെ തലവനായി, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ തലവനായി, മീഡിയ തലവനായി പ്രവർത്തിച്ചിരുന്ന അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഈ കോൺഗ്രസിന് ആപത്തെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെല്ലാം BJPയിലേക്ക് പോകുന്നു. വലിയ നേതാക്കൾ തന്നെ BJPയിലേക്ക് കൂട്ടത്തോടെ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു ദുസ്ഥിതിയിലാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ വന്ന് പറയുന്നത് എന്താണ്, കേരളത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മോഡി ഗവൺമെൻറ് തയ്യാറാകാത്തത്, ED തയ്യാറാകാത്തത് എന്നാണ്. ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത്, നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിൻ്റെ മുഖപത്രം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 800 കോടിയുടെ അഴിമതിയാണ് നടന്നത്. എന്താ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത്? രാഹുൽ ഗാന്ധി തന്നെ സ്വയമേക ചോദിച്ചു നോക്ക്. 800 കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറെ കൂടി ശരി. ഇവിടെ നമുക്കെല്ലാം അറിയാം, ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ട് വൻകിടക്കാർ, അവരുടെ കൈവശമുള്ള കള്ളപ്പണം, ആ കള്ളപ്പണം വെളുപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്ത് വെളുപ്പിക്കുക. അതാണ് ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ടിൽ BJPയെ പോലെ തന്നെ നല്ലൊരു വിഹിതം പറ്റിയിട്ടുള്ളവരാണ് കോൺഗ്രസ്. ആ കാര്യം ഇപ്പോൾ വെളിച്ചത്ത് വന്നു, പുറത്തു വന്നു. ആ കാര്യം പുറത്തു വരാൻ കാരണം, അതിനെതിരായിട്ട് കോടതിയെ സമീപിച്ചത് CPM ആയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അതിൽ വലിയ അസംതൃപ്തി ഉണ്ടാകും. ഇലക്ട്രൽ ബോണ്ട് പണം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന്റെ പങ്കാളിത്തം പുറത്തു വന്നു. കൂടുതൽ ജനങ്ങൾ കോൺഗ്രസിനെ തിരിച്ചറിയാൻ ഇടയാക്കി. ആ അസംതൃപ്തി അദ്ദേഹം ഇപ്പോൾ പിണറായി വിജയന് നേരെയും CPMന് നേരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി. അവരിവിടെ വരികയാണ്. അവരുടെ ഭർത്താവാണല്ലോ റോബർട്ട് വധേര. പ്രധാനപ്പെട്ട പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേര ഉൾപ്പെടുന്ന DLF ഭൂമി തട്ടിപ്പ് കേസ്, ഭൂമി കുംഭകോണ കേസ്. ആ കേസ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ആ കേസ് അവസാനിപ്പിച്ചത് 170 കോടി രൂപ വധേര BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തു. ആ പണം കൊടുത്തിട്ടാണ് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. BJPയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയല്ലേ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെന്താ രാജ്യത്ത് BJPക്കെതിരായിട്ട് ചെയ്യുന്നത്? ഒരു ജാഥ നടത്തലാണോ? നമ്മൾ തന്നെ പാർലമെന്റിന്റെ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസുകൾ
പാർലമെന്റ് പ്രസംഗിക്കുക, നേരെ ഓടിച്ചെന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പരിഹാസ്യത ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതല്ലേ? ഇങ്ങനെയുള്ള ഒരു നേതാവാണ് ഇപ്പൊ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺഗ്രസ് നേതാവ് ഇവിടെ വന്ന് പറയുന്നത് പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും വരുന്നില്ലെന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടത്? ഒരു കാര്യം, രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ലെങ്കിൽ, ദീർഘവീക്ഷണമില്ലെങ്കിൽ, രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് അപക്വമാണെങ്കിൽ കോൺഗ്രസിനകത്തുള്ള അറിവുള്ള അനുഭവസ്ഥരായ നേതാക്കൾ ഉപദേശിച്ചു കൊടുക്കണം. ഇവിടെ BJPക്കെതിരായിട്ടുള്ള ഒരു പൊതുവേദി രൂപപ്പെട്ടു വരികയാണ്. ആ പൊതുവേദിയെ ശക്തിപ്പെടുത്താനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ആ പൊതുവേദിയെ ശക്തിപ്പെടുത്തുന്നതാണോ? ആ പൊതുവേദിയെ ദുർബലപ്പെടുത്തുന്നതാണ്. ആ പൊതുവേദിയെ ദുർബലപ്പെടുത്തുന്നത് ആർക്ക് വേണ്ടിയാ? BJPക്ക് വേണ്ടിയിട്ടാണ്. BJP എതിർക്കാനുള്ള ത്രാണിയും കരുത്തുമില്ല. ഇവിടെ കേരളത്തിൽ വന്നിട്ട് വയനാടാണ് മത്സരിക്കുന്നത്. വയനാട് ആർക്കും മത്സരിക്കാം. എന്നാൽ BJPയെ ചെറുക്കുന്ന നേതാവാണെങ്കിൽ വാരാണസിയിൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടൊന്ന് മത്സരിക്കാമായിരുന്നില്ലേ? ഇനി അതുമല്ലെങ്കിൽ അമേഠി പോയി മത്സരിച്ചുകൂടായിരുന്നോ? എന്തിനാ ഇവിടെ വന്ന് മത്സരിക്കുന്നത്? കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള നിർണായക ശക്തിയുള്ള സംസ്ഥാനം. BJP സംഘപരിവാർ ശക്തികൾക്കെതിരായി, അവരുടെ ഫാസിസ്റ്റ് ഭീകരതക്കെതിരായി പൊതുവേദിയെ ശക്തിപ്പെടുത്താൻ എല്ലാ സംഭാവനകളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ്. അതുപോലെ പൗരത്വ രജിസ്റ്റർ നിയമത്തിന്റെ ഭാഗമായി ഇവിടെ കോൺസെൻട്രേഷൻ ജയിലുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ സംസ്ഥാനമാണ് കേരളം. എന്ന് മാത്രമല്ല, CAA നിയമം ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റ് പാസ്സാക്കിയ നിയമം എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? പാർലമെന്റ് പാസ്സാക്കിയ നിയമം എല്ലാവരും അനുസരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് CAA പൗരത്വ ഭേദഗതി നിയമം മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്ന നിയമം അംഗീകരിക്കുകയും അത് ശരിയാണെന്ന് വാദിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ എടുക്കുന്നത് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. BJPക്കെതിരായിട്ട് ശക്തമായി പൊരുതാനുള്ള ത്രാണിയൊന്നും കോൺഗ്രസിന് ഇന്നില്ല. ആ നിലപാട് അവരിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ദേശീയ ഐക്യത്തിന് തന്നെ, ദേശീയ രംഗത്ത് BJP വിരുദ്ധ സഖ്യത്തിന് തന്നെ ദോഷം ചെയ്യും. ഇപ്പോൾ ഡൽഹിയിലെ അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ മുഖമാണ്. അദ്ദേഹം ഇന്ത്യയിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവായി വളർന്നു വന്നു. ഡൽഹിയിൽ അഴിമതിക്കെതിരായി പൊരുതിയിട്ടാണ് കേജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വിജയിച്ചു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയായത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ മാത്രമല്ല, സമീപ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ ഗവൺമെന്റ് രൂപീകരിച്ചു. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ സ്വാധീനം നേടുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രത്യേക മുഖമായി ജനങ്ങളിൽ പൊതുവെ മതനിരപേക്ഷത, ജനാധിപത്യ പാർട്ടികളിൽ അംഗീകാരമുള്ള നേതാവായിട്ട് വളർന്നു വരികയായിരുന്നു. അദ്ദേഹത്തെ ഭയപ്പെടുകയാണ് BJP. അദ്ദേഹത്തെ ഭയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നേരെ കുറ്റമാരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും. എങ്ങനെയാണ് ആ കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്? കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റിയുടെ പരാതിയുടെ മേലെയാണ്. അവിടെ മദ്യനയ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് അന്ന് ഉന്നയിച്ച പ്രശ്നം, എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തു കോൺഗ്രസ്. ആ കോൺഗ്രസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ അവർ പുറത്തു വന്ന് രണ്ടാമത്തെ ചില വകുപ്പുകൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും അനുകൂലിക്കുന്നില്ലെന്ന് പറയാനും പോലും അവർക്ക് ധൈര്യമില്ല. അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് കേജ്രിവാളിനെ പോലെയുള്ള ദേശീയ രംഗത്ത് ഉയർന്നു വരുന്ന നേതാക്കളെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കാൻ BJPക്ക് പ്രചോദനം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരെന്ത്
BJP വിരുദ്ധ ദേശീയ ഐക്യമാണ്. ആ ദേശീയ ഐക്യത്തെ ദുർബലപ്പെടുത്താനുള്ള നിലപാടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അത് BJPക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം സംശുദ്ധമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ? എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാനുണ്ടോ? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല? എന്തിനാ ചോദ്യം ചെയ്യേണ്ടത്? എന്തിനാ അറസ്റ്റ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ പേരെ ആരോപണം ഉന്നയിക്കാൻ കുറെ കാലമായി പുറപ്പെട്ടിട്ട് എന്തെങ്കിലും നടന്നോ? ഇവിടെ ലാവലിൻ കേസ് ഉന്നയിച്ചു, വിചാരണ കോടതി തള്ളി. അതിന്റെ മേലെ UDF-ഉം എല്ലാം കൂടി ചേർന്നുകൊണ്ട് വീണ്ടും ആ കോടതി കേസുമായി പോയി. CBI ഏറ്റെടുത്ത് CBI പരാതി കൊടുത്തു. CBI കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി. പിന്നീട് കൊടുത്ത കേസുകൾ എന്താ? പിണറായി വിജയനെ പ്രതിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ലാവലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയല്ല. ലാവലിൻ കേസിൽ പിണറായി വിജയനെ പ്രതിയാക്കണമെന്നാണ് ആവശ്യം. എന്തടിസ്ഥാനത്തിൽ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യം പ്രതിയാക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് നേതാക്കളെയല്ലേ? ആ കരാറിന്റെ മേലെയാണെങ്കിൽ കോൺഗ്രസ് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്? ഇന്ത്യയിൽ കേരളം ഒട്ടനവധി സവിശേഷതകളുടെ സംസ്ഥാനമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധമായ വളർച്ചയ്ക്ക് അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ട് കേരളം വളരുകയാണ്, വികസിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ ഭരണരംഗത്തിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുകയാണ്. ഇത് കണ്ട് അസഹിഷ്ണുത അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുക. മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ വേണ്ടി എത്ര കാലമായി ശ്രമിക്കുന്നു? 5-6 വർഷമായില്ലേ? എന്തെല്ലാം ചെയ്തു? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാം പരാജയപ്പെട്ടില്ലേ? അദ്ദേഹത്തെ പിടിക്കാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ നേരെയായി. അദ്ദേഹത്തിന്റെ മകൾ എന്താ തെറ്റ് ചെയ്തത്? അവർ ഇവിടുത്തെ ഒരു വലിയ കമ്പനിയുടെ ചീഫാണ്. അവർ മറ്റൊരു കമ്പനിയുമായിട്ട് അവർ കരാറുണ്ടാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ന്യായമായ അവരുടെ എഗ്രിമെന്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നു. അതിന്റെ പേരിൽ വ്യാജമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയെ കിട്ടുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മകളാകട്ടെ, മകളുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് ഒരു പാവം ഒരു ചെറുപ്പക്കാരി ബുദ്ധിശാലിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേട്ടയാടുകയില്ലേ? ഈ വേട്ടയാടലിന്റെ പിന്നിൽ കോൺഗ്രസ് അല്ലേ? ഈ വേട്ടയാടലിന്റെ പിന്നിൽ BJP അല്ലേ സഹായങ്ങൾ കൊടുക്കുന്നത്? BJP-യും കോൺഗ്രസും തമ്മിലുള്ളൊരു ധാരയല്ലേ? അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ തെറ്റായ പ്രവണതകൾക്കുമെതിരെ കേരളം പ്രതികരിക്കും. പിണറായി വിജയൻ ഒരു കാര്യം ഇവിടെ അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിലായിരുന്നു. ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ്. നല്ല സ്വർണ്ണക്കരണ്ടിയിൽ പാല് കുടിച്ച് വളർന്നതല്ല. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പട്ടിണി കിടന്ന് ദുരിതമനുഭവിച്ച് ആ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പങ്കാളികളായി വളർന്നു വന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയെ പോലെ എല്ലാ പിണറായി വിജയൻ. ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി വളർന്നു വന്ന നേതാവാണ്. അദ്ദേഹത്തെ എന്തും പറഞ്ഞ് ആക്രമിക്കുക, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക, അതിനുവേണ്ടി ഏത് വൃത്തികെട്ട വഴികളും സ്വീകരിക്കുക. ഒരു ദേശീയ നേതാവ് വന്നിട്ട് പറയേണ്ട കാര്യമാണോ ഇത്? നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താനല്ലേ? BJP RSS-നെ തൃപ്തിപ്പെടുത്താനല്ലേ? ഇവിടെ വയനാട്ടിൽ BJP-യും RSS-നെയും തൃപ്തിപ്പെടുത്തി അവിടെ വിജയം സുരക്ഷിതമാക്കി ഇവിടെ പോകാൻ കഴിയും എന്ന പ്രതീക്ഷയല്ലേ? അവിടെയും വയനാടിലും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ഭയപ്പെടുകയാണ്. ആ ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങളിലൊന്നും തകർന്നു പോകുന്നതല്ല ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം. ഇന്ത്യയിൽ കോൺഗ്രസ് തുടർന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ, വർഗീയ പ്രീണന നയങ്ങൾ എല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. RSS തലക്ക് വില നിശ്ചയിച്ച നേതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ തല വെട്ടിയെടുത്താൽ കോടികൾ വാഗ്ദാനം ചെയ്താണ് RSS. മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി. ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ എയർ കണ്ടീഷൻ ബസ്സുകൾ തയ്യാറാക്കി ജാഥ നടത്തി നേതാവായതുകൊണ്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് ദേശീയ നേതാക്കളെ, മുഖ്യമന്ത്രിയെ, രാഷ്ട്രീയ നേതാക്കളെ വ്യക്തിഹത്യ നടത്തി തൻ്റെ ആധിപത്യവും തൻ്റെ മേധാവിത്വവും സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളത് മിഥ്യാധാരണയാണ്.
ഒരു രാഷ്ട്രീയ നേതാവിനും തോന്നാത്ത ധാരണയാണ്. അതുപോലെ തന്നെ അത് കാലഹരണപ്പെടും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ണൂരിൽ നടത്തിയ പ്രസ്താവന അപഹാസ്യമാണ്, പരിതാപകരമാണ്. ഒരു ദേശീയ നേതാവ് ഇതാണെങ്കിൽ എങ്ങനെ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നാണ് കേരള ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നാട് ചോദിക്കുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി എങ്കിൽ കോൺഗ്രസിന് എങ്ങനെ ഗുണം പിടിക്കും എന്നാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള പൊതു സംസാരം. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച് പോകുന്ന കോൺഗ്രസിന്റെ ഈ നേതൃത്വത്തെ തിരുത്താൻ കോൺഗ്രസിനകത്ത് തന്നെ അനുഭവസ്ഥരായിട്ടുള്ള നേതാക്കൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തിരുത്തിയാൽ നല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകും. പിന്നെ ഞങ്ങളെ ഈ ജയിലും അറസ്റ്റും കോടതിയും ഒക്കെ കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ധരിക്കണ്ട. അതവർ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിക്ക് ജയിലെന്ന് കണ്ടാൽ പേടിയായിരിക്കും, ഭയപ്പാടായിരിക്കും. അതുകൊണ്ട് BJPക്ക് മുമ്പിൽ, RSSന് മുമ്പിൽ സറണ്ടർ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അതല്ല ഇടതുപക്ഷം. അടിയന്തരാവസ്ഥയുടെ തീഷ്ണനാളുകൾ, ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ, ജനങ്ങൾ ഒറ്റപ്പെട്ടു, രാജ്യാധികാരം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എത്ര ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു, ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടിയുടെ അടിയന്തരാവസ്ഥയെ ചെറുത്ത് തോൽപ്പിച്ച് ജനാധിപത്യം തിരിച്ചു പിടിച്ച് ഇന്നത്തെ നിലയിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവന്നവരാണ് ഇടതുപക്ഷക്കാർ. അതിന് പ്രോത്സാഹനവും കരുത്തു നൽകിയിട്ടുള്ളവരാണ്. ആ ഇടതുപക്ഷം കൂടുതൽ കരുത്ത് നേടിയാൽ മാത്രമേ, ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ എല്ലാ BJP വിരുദ്ധ പാർട്ടികളെയും ഒരു ചരടിൽ കോർത്തിണക്കി ഇന്ത്യയിൽ BJP ഭരണം അവസാനിപ്പിക്കാനുള്ള മഹത്തായ ദൗത്യം നിർവഹിക്കാൻ കഴിയൂ. അതിനുവേണ്ടി കഴിയാവുന്നത്ര ഇന്ത്യയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ മുഴുവൻ വിജയിപ്പിക്കാൻ അതാത് നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വരും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും മുന്നോട്ട് വരും. അതിനെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊടിയും ബോർഡും ഉപേക്ഷിക്കേണ്ടി വന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ കോൺഗ്രസിന്റെ കൊടിയുണ്ടോ? എത്ര പരിഹാസ്യമായ അവസ്ഥയാണ്. മുസ്ലിം ലീഗിന്റെ കൊടിയുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കൊടി ഉപേക്ഷിക്കാൻ പറ്റൂ? കൊടി ഉപേക്ഷിച്ച് വോട്ടിന് വേണ്ടി നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലേ? മുസ്ലിം ലീഗുകാർ എന്തിനാ ഈ പരിഹാസ്യത ഏറ്റുവാങ്ങുന്നത്? മുസ്ലിം ലീഗിൽ എന്തിനാ ഈ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാടിനോടൊപ്പം സഞ്ചരിക്കേണ്ട കാര്യമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1952 ഇന്ത്യൻ പാർലമെന്റ് 2 സീറ്റ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. അന്ന് മലബാറിലെ 3 MP ജയിച്ചു വന്നത് മുസ്ലിം ലീഗിന്റെ കൂടി സഹായത്തോടു കൂടിയാണ്. ആ 52 വിട്ട് കൊല്ലം എത്ര കഴിഞ്ഞു? ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗിന് 2 സീറ്റ്. കേരള നിയമസഭയിൽ 21 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. 21 അംഗങ്ങളുള്ള കോൺഗ്രസിന് 16 പാർലമെന്റ് സീറ്റ്. മുസ്ലിം ലീഗിനുള്ളത് 15 സീറ്റാ. മുസ്ലിം ലീഗിന് 2 സീറ്റ്. എത്രമാത്രം മുസ്ലിം ലീഗിനെയും അവരുടെ അണികളെയും പരിഹാസ്യപ്പെടുത്തി. ഒരു സീറ്റിന് അവർ ചോദിച്ചിട്ട് അതുപോലും കൊടുത്തോ? എന്തിനാ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ വീഴ്പ്പ് ഭാണ്ഡം ചുമക്കുന്നത്? കോൺഗ്രസ് ഈ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അവർക്ക് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. അവർ ഇന്ത്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വെള്ളിക്കല്ലുമായി നടന്നവരാണ്. ഇപ്പോഴും അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാൻവാപ്പിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൂജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്തീയ ജനവിഭാഗത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷ മതേതര ശക്തികൾക്ക് സാധിക്കും. കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ പച്ചക്കൊടി കണ്ടാൽ, ലീഗിന്റെ കൊടിയാണെന്ന് കേട്ടാൽ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന് വോട്ട് കിട്ടില്ല, കോൺഗ്രസിന്റെ അണികളെല്ലാം കോൺഗ്രസ് വിട്ടുപോകും എന്ന് ഭയന്നിട്ട് പച്ചക്കൊടി, ലീഗിന്റെ കൊടി, ലീഗിനെ കൊണ്ട് ഉപേക്ഷിക്കാൻ ലീഗിന്റെ മേലെ സമ്മർദ്ദം ചെലുത്തി പ്രവർത്തിക്കുമ്പോൾ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ലീഗ് പ്രവർത്തകന്, ലീഗ് അനുഭാവികൾക്ക് ആ നിലപാട് അംഗീകരിക്കാൻ സാധിക്കുമോ? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് വോട്ട് ചെയ്യാൻ ലീഗിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള അവരുടെ മെമ്പർമാർക്കും അനുഭാവികൾക്കും വോട്ടർമാർക്കും കഴിയട്ടെ. ഇവിടെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണം.
ജീവൻ കൊടുത്ത് അതിനുവേണ്ടി പോരാടുന്നത് ഇടതുപക്ഷമാണ്. അതിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണം. ആ ദൗത്യം നിർവഹിക്കാൻ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സവിനയം അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തിന് പിന്നിൽ ആരാണെന്നാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി പറയാത്ത ഒരാളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണത്. അദ്ദേഹം ദേശീയ നേതാവല്ലേ? ദേശീയ നേതാവിനോട് ആരെങ്കിലും പോയി പറഞ്ഞു കൊടുത്തത് പ്രസംഗിക്കലാണ്. ദേശീയ നേതാവിന്റെ ക്വാളിറ്റിയാണത്. അപ്പോൾ ഒരു ദേശീയ നേതാവാകാനുള്ള ഇന്ത്യയിലെ BJP വിരുദ്ധ ശക്തികളെ കൂട്ടിയോജിപ്പിക്കാനുള്ള കരുത്തില്ലാത്ത ദുർബലനായ ഒരു നേതാവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ കാണുന്നത്. ഞാൻ KC വേണുഗോപാൽ എഴുതി കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. KC വേണുഗോപാലിനും ഏതാണ്ട് സമക്കാരാണല്ലോ. ഡൽഹിയിൽ നയിക്കുന്നത് KC വേണുഗോപാലിനല്ലേ? ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു സ്പിരിറ്റിനെതിരാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കേരളത്തിലെത്തി ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ ഒരു സ്പിരിറ്റിനെ ബാധിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ? ഇന്ത്യയിൽ BJP വിരുദ്ധ മുന്നണിയിലുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു. കേജ്രിവാൾ, സോറൻ, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവ് സോറൻ. ഈ 2 പേരെയും അറസ്റ്റ് ചെയ്തതിനെതിരായിട്ട് എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? BJPയുടെ നയത്തിന്റെ പിന്നാലെയല്ലേ കോൺഗ്രസ്? ആ കോൺഗ്രസ് ആണ് പറയുന്നത് 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യണം, ജയിലിൽ വെക്കണം. എവിടെ എത്തി കോൺഗ്രസ്? നയങ്ങളുണ്ടോ, പരിപാടികളുണ്ടോ, ലക്ഷ്യമുണ്ടോ? അവരാണോ BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ പുറപ്പെടുന്നത്? നയപരമായ പാളിച്ചകളും രാഷ്ട്രീയ നിരീക്ഷണമില്ലായ്മയും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടില്ലായ്മയുമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഇങ്ങനെയുള്ള ഒരാൾ നയിച്ചാൽ എവിടെ എത്തും? അത് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ വഴിവിട്ട പോക്കിൽ നിന്ന് രാജ്യനന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് നൽകും. ഇടതുപക്ഷം ജയിച്ചു വരട്ടെ ഇന്ത്യൻ പാർലമെന്റിൽ. അതാണ് ഇന്ത്യക്ക് ഏറ്റവും മെച്ചപ്പെട്ട നില ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം BJPക്കെതിരെ RSSനെതിരെ പോരാടും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ലോക്സഭാ റദ്ദാക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു, ED അദ്ദേഹത്തെ നാഷണൽ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. പക്ഷെ ഈ സത്യസന്ധമായി ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എങ്ങനെയാ ഈ സത്യസന്ധമായി എതിർക്കുന്നവരെ എല്ലാം വിടാതെ പിന്തുടരുന്നതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കേരളത്തിലെ പാർട്ടി രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിനെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ചുമത്തിയതിനെതിരായി ശക്തമായി പ്രതികരിച്ച പാർട്ടിയും മുന്നണിയുമാണ്. ഇല്ലെങ്കിൽ അതുപോയി അവർ പഠിച്ചു മനസ്സിലാക്കട്ടെ. രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത നടപടിയെ ശക്തമായി അപലപിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്. അതുകൂടി പറയുന്നത് അതായത് ആത്മാർത്ഥമായ വിമർശനം നടത്തിയാലേ BJP പിറകെ വരികയുള്ളൂ. പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ കാരണമായി ചോദ്യം ചെയ്യാതായി രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് BJP RSSന്റെ ശരിയായ മനസ്സറിയുന്ന ഇന്ത്യയിലെ ഒരു നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയായി. അത് രാഹുൽ ഗാന്ധിയും BJP RSSുമായിട്ടുള്ള അടുത്ത സൗഹൃദമാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ RSS തലക്ക് വില പറഞ്ഞ തലവെട്ടാൻ നിശ്ചയിച്ച ആളാണ് പിണറായി വിജയൻ. കോടികൾ വാഗ്ദാനം ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പരിപാടി കലക്കാൻ പുറപ്പെട്ടവരാണ്. രാഹുൽ ഗാന്ധി എന്താ പോയി പ്രസംഗം നടത്തി കെട്ടിപ്പിടിച്ച് ചുംബിക്കലാണോ BJPക്കെതിരായിട്ടുള്ള പോരാട്ടം? എത്ര പരിഹാസമായിരുന്നു അത് പാർലമെന്റിൽ. അതാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവുമില്ല. ഇവിടെ തന്നെ 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ചോദിക്കുന്നത് എന്താ കേരളത്തിലെ മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടത്? എന്താ അദ്ദേഹത്തിന്റെ പേരുള്ള കുറ്റം? ഇങ്ങനെ BJPക്കെതിരായി പൊരുതുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനെതിരായി പൊരുതുന്ന ശക്തവാന്മാരെ പിടിച്ച് ജയിലിൽ വെക്കുമെന്നാണ്. BJPയുടെ വക്കാലത്താണത്. നാളെ എന്ത് സംഭവിക്കും രാഹുൽ ഗാന്ധിക്കൊന്നും പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് പിന്നാലെ
മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ മുത്തശ്ശിയെ ഓർമ്മയുണ്ടല്ലോ, മുത്തശ്ശി പേടിപ്പിച്ചിട്ട് ഞങ്ങൾ പേടിച്ചിട്ടില്ല. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്ന് ഇവിടെ സംസാരിച്ചു, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ അഴിമതി കാണിച്ച് കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ ആ പ്രധാനമന്ത്രിയോട് ഇങ്ങനെ ഒരു വിമർശനം, നിങ്ങളെക്കാൾ വലിയ ഏകാധിപതി ഞങ്ങളെ കണ്ടിട്ടുണ്ടെന്ന ചോദ്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചോദിക്കുന്നില്ല, അതേ ഊർജ്ജത്തിൽ വിമർശിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത് പോലെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിലവാരം കുറഞ്ഞ രാഹുൽ ഗാന്ധിയല്ല. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ നിലവാരം കാത്തു സൂക്ഷിക്കണം. 1. 2, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ, ഉന്നതമായ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ ശരിയായ പ്രതികരണം. അദ്ദേഹം വടിയെടുത്ത് ചീത്ത പറഞ്ഞ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാർ ഉപയോഗിക്കുന്ന പോലെ വാക്ക് ഉപയോഗിക്കണമെന്നാണോ? ശരിയായ നിലയിൽ ശക്തമായി വിമർശിക്കുന്നത് പിണറായി വിജയനാണ്. എത്ര ശക്തമായ വിമർശനമാണ്, എത്ര ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. അത് ഇടതുപക്ഷത്തിന് ഇതെല്ലാം കാണുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു. അത് വല്ലാതെ അസഹിഷ്ണുതയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത്. അതിന്റെ പ്രതികരണമാണ് അവരിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാദഗതി. BJP ഇന്ത്യയിൽ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ശത്രു ആരാ? RSS എതിർക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ ശത്രു ആരാ? ഇടതുപക്ഷമാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ് മുഖ്യ ശത്രുവായിട്ട് RSS കാണുന്നത്, കോൺഗ്രസിനെ അല്ല. കോൺഗ്രസിലെ വലിയൊരു ഭാഗം ഇപ്പൊ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവശേഷിക്കുന്നതും ക്രമേണ പോയിക്കൊണ്ടിരിക്കും. അതാ കോൺഗ്രസ് പാർട്ടി. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അടൂർ പ്രകാശിന് വേണ്ടി ബിജു രമേശ് പണവുമായി പോവുകയും അവിടെ ഇന്നലെ രാത്രി വലിയ തോതിൽ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ പണം കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താനുള്ള ശ്രമമാണെന്നാണ് പ്രാദേശികമായി അവിടെ LDF നേതാക്കളെല്ലാം ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ കൈവശം ധാരാളം പണമുണ്ട്. ഇലക്ട്രോണിക് ബോണ്ട് വഴി എത്ര പണം വാങ്ങി വെച്ചിരിക്കുന്നു? ആ പണം മുഴുവനില്ലേ? കോൺഗ്രസിന്റെ കൈവശം കണ്ടമാനം പണമുണ്ട്. ആ പണം അവർ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കും. പക്ഷെ കേരളത്തിലെ വോട്ടർമാരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാൻ സാധിക്കില്ല. രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരള ജനത. അത് വടക്കേ ഇന്ത്യയിൽ പണ്ട് BJP പ്രയോഗിച്ചിരുന്നു, UP-യിൽ അധികാരം പിടിക്കാൻ. അതല്ല കേരളം. കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാട്, വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു പുതിയ തലമുറ, എഡ്യൂക്കേറ്റഡ് സെക്ഷനാണ് നമ്മുടെ ന്യൂ ജനറേഷനെല്ലാം. ആറ്റിങ്ങലിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടെയുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ പോലീസ് റിപ്പോർട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ടെലിവിഷൻ ചാനലിലൂടെ കണ്ടിട്ടുള്ളത്. അത്രയും കാര്യങ്ങളാണ് എനിക്കുള്ള അറിവ്. പ്രധാനമന്ത്രി ഏഷ്യാന്യൂസിന് അഭിമുഖം നൽകിയത് പറയുന്നത് ഈ ഗവർണർ വിഷയത്തിൽ ഗവർണറെ നിന്ദിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ഭൂഷണമല്ല, ഗവർണറെ ഈ പോകുന്ന വഴിയെല്ലാം തടയുന്നത് ഭരണഘടനാ പദവിയെ അവഹേളിക്കലാണ്. ഈ അരിശം കയറി നാളെ രാജ്ഭവനിൽ കയറി വൈദ്യുതി നിശ്ചയിച്ചാൽ എന്ത് ചെയ്യുന്നൊക്കെ പ്രധാനമന്ത്രി ചോദിക്കുന്നത്. ഗവർണറെ പിന്തുണച്ചു. അതെ, ഗവർണർ എടുക്കുന്ന നിലപാടുകളെ ഞങ്ങൾ വിമർശിക്കുന്നു. ഞങ്ങൾ ശക്തമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ വിമർശിക്കുന്നു. അതിന് ഞങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ആ ഗവർണറോടൊപ്പമാണ് UDF. ആ ഗവർണർക്ക് പിന്തുണയുമായി നടക്കുകയാണ് UDF. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ സെനറ്റിലേക്ക് കോൺഗ്രസും BJP-യും തുല്യരായിട്ടല്ലേ വന്നത്? BJP-ക്കാരെ നോമിനേറ്റ് ചെയ്തത് കോൺഗ്രസ് ഐക്കാരല്ലേ? ഇവിടെയാണ് കാസർഗോഡ് പുത്തികെ പഞ്ചായത്ത് BJP ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. കോൺഗ്രസ് പിന്തുണച്ചു BJP-യെ. പക്ഷേ UDF-ലെ മുന്നണിയിലൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് പുത്തികെ പഞ്ചായത്തിൽ 2 മെമ്പർമാരുണ്ട്. അവർ കോൺഗ്രസിന്റെ നിലപാടിനെ തള്ളിക്കളഞ്ഞു. അവർ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് പുത്തികെ ഭരണം ഇപ്പോൾ നിലനിൽക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടാണത്, മുസ്ലിം ലീഗിന്റെ നിലപാടല്ല അത്. കോൺഗ്രസ് സ്വീകരിച്ചത് BJP കോൺഗ്രസ് ബന്ധമാണ്, ഐക്യമാണ് പുത്തികയിൽ പ്രകടമാക്കിയത്. അതവർ കേരളത്തിൽ സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ്. കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങൾ, കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരുന്ന ജനങ്ങൾ ഇനിയും കോൺഗ്രസിനോടൊപ്പം പോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും കോൺഗ്രസ് വിട്ട് പലതിലേക്കും പോവുകയാണ്. അതുകൊണ്ട് ആ ജനങ്ങളോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഇടതുപക്ഷവുമായി സഹകരിക്കണം, ഇടതുപക്ഷത്തോടൊപ്പം വരണമെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ റാലിയിലെ പച്ചക്കൊടിക്ക് അനുമതിയില്ലെന്ന് മാത്രമല്ല, കണ്ണൂരിൽ പച്ചക്കൊടിയുമായി വന്നത് ലീഗുകാരനെ കോൺഗ്രസ് അപമാനിച്ചുകൊണ്ട് ഇറക്കി വിളിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു
ആ ദൃശ്യങ്ങളും ഞാൻ ചാനലിൽ കാണുകയുണ്ടായി. കാരണം ഇതറിയാത്ത പാവം മുസ്ലിം ലീഗുകാർ മുസ്ലിം ലീഗിൻ്റെ കൊടിയും എടുത്തു വന്നു, പിടിച്ച് കഴുത്തെ പിടിച്ച് പുറത്തുകൊണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്തൊരു പാർട്ടിയും എന്തൊരു മുന്നണിയുമാണത്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കട്ടെ, മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കട്ടെ. മുസ്ലിം ലീഗിന്റെ കൊടി പുറത്തു കാണിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയില്ലേ കോൺഗ്രസ്? ഇതെല്ലാം അവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഈ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പഴയ പേര് ഓർമ്മിപ്പിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ പണ്ട് കെട്ടിപ്പിടിച്ച് പ്രസംഗിച്ച ഉടനെ കെട്ടിപ്പിടിച്ചില്ലേ, ആ ശീലത്തിന്റെ ചില പേരുകൾ ഉണ്ടായേക്കാം, എനിക്കറിഞ്ഞൂടാ. വിദേശത്ത് നിന്ന് കേരളത്തിൽ മോദി തരംഗം ഉണ്ടാകാൻ പലപ്പം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാം. പക്ഷെ അദ്ദേഹം രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം, അതിന് അദ്ദേഹത്തിൻ്റെ സഹായം വേണം. ഇന്ത്യയിലെ പൗരാവകാശം സംരക്ഷിക്കണം, അതിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ SNDPയും സഹായിക്കണം. ഇന്ത്യയിൽ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെയും SNDPയുടെയും സഹായം വേണം. അതാ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇടതുപക്ഷത്തിന് അദ്ദേഹം സഹായങ്ങൾ നൽകുകയാണ് വേണ്ടത്. BJP അവരുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചാലേ മതനിരപേക്ഷതയും ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാനും പൗരാവകാശം സംരക്ഷിക്കാനും മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനും കഴിയും. അതല്ലെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും ഇതിന്റെ മഹാദുരന്തം അനുഭവിക്കേണ്ടി വരും. ഈ കരുവന്നൂര് പ്രധാനമന്ത്രി വരുമ്പോൾ കരുവന്നൂർ ഭാവം ഇന്നും അദ്ദേഹം പറയുകയാണ് നമ്മുടെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ എങ്ങനെ ഇടപെടാനാകുമെന്ന് അദ്ദേഹം നിയമോപദേശം തേടിയിട്ടുണ്ടെന്നാണ്. ഒരു പ്രധാനമന്ത്രി അത്രയും താഴേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, കരിവണ്ണൂരിൻ്റെയോ തൃശ്ശൂരിൻ്റെയോ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള പദത്തിന് മങ്ങലേൽപ്പിക്കും. അത് BJPക്കാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കള്ളവോട്ട് വിവാദം വീണ്ടും ശക്തിപ്പെടുകയാണ്. കല്യാശ്ശേരിയിൽ കള്ളവോട്ട് നടന്നു. അത് CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ 1-ാം പ്രതിക്ക് കേസെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഓരോ മണ്ഡലത്തിലെയും ഉദ്യോഗസ്ഥന്മാർ, ഇതിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടെ ഒന്നിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പോകാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ 85 വയസ്സ് കഴിഞ്ഞു, കണ്ണ് കാണുന്നില്ല, അവർക്ക് പരസഹായം തേടാം. പരസഹായം തേടിക്കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതെങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്? പരസഹായം തേടിയതാണോ, അവരുടെ ബന്ധുക്കളാണോ? ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇത് ഒരു വോട്ടിൽ വന്ന പ്രശ്നം, വോട്ടാകെ ഇതാണ്. ഒരു ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ളൊരു പ്രശ്നത്തെ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശത്തിൻ്റെ രീതിയാണെന്ന് വ്യാഖ്യാനിച്ചാൽ എത്ര പരമാബദ്ധമാണ്. ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നിയമപരമായ നടപടികൾ സ്വീകരിക്കുക, അതാണല്ലോ ചെയ്യേണ്ടത്. കോൺഗ്രസ് ഇതേപോലെ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ DLനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് നീതിപൂർവമായി തിരഞ്ഞെടുപ്പ് നടക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആരെയെങ്കിലും നിർബന്ധിച്ചോ തെറ്റായ നിലയിൽ വോട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. ഭയപ്പാടുള്ളവരാണ് ഇത് പേടിച്ച് നിലവിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെറിയ സംഭവത്തെ ആകെ കേരളം മുഴുവൻ ഇങ്ങനെയാണ്. ആകെ അത്രയല്ലേ വോട്ടുള്ളൂ. ഈ ഇവിടെ വീടുകളിൽ ചെന്ന് ചെയ്യിക്കുന്ന വോട്ട്, അതിന് ബഹളം വെക്കുന്നതിൻ്റെ അടിസ്ഥാനത്തെ ഭയമാണ് അവർക്ക്. അവർ ജനങ്ങളെ ഭയപ്പെടുകയാണ്, ജനങ്ങൾ അവർക്കെതിരാണ്. അതിൻ്റെ ഒരു പ്രതികരണമാണ് അവരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഒരൊറ്റപ്പെട്ട ഒരു സംഭവമല്ലേ, എത്ര വോട്ട് അവർ ചെയ്യിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു അവസരം അത് അവർക്ക് കണ്ണ് കാണുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൻ്റെ നിങ്ങളുടെ പത്രങ്ങളിലും ഈ ചാനലിലും വന്നിരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം വിചാരിച്ചാലും CPMന്റെ കള്ളവോട്ട് തടയാൻ കഴിയില്ലെന്നാണ് സുധാകരനെ കുറിച്ച് പറഞ്ഞത്. ഇത് സുധാകരൻ, അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ട്.
ആ വിഷമം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞേക്കും. അത് ഗൗരവമായി എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, ഈ ദേവി എന്ന് പറയുന്ന അമ്മയ്ക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് ഇദ്ദേഹം സഹായിച്ചതാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യം അവിടെ പോയി ഒരാളെ ഒരു വോട്ട് കൊണ്ട് എന്താവാ? അല്ല, ഇതെന്താ എണ്ണി തീർന്നതാ? തുടക്കല്ലേ ബിജെപിയുടെ ബൂത്ത് പ്രസിഡന്റിന്റെ അമ്മയാണ് അമ്മയുടെ ആയിരിക്കും. എനിക്കാരാണ് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർക്ക് ഒപ്പം പോകാൻ ഒരാളില്ലാത്ത ഒരു അവസ്ഥയാണോ ഈ പരമണ്ഡലത്തിൽ? എന്താണ് ഇത്? ഒരു വോട്ട് ഒരു വ്യക്തിയാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാം അന്വേഷിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അതൊരു ഒറ്റപ്പെട്ട ഒരു ചെറിയ സംഭവമാണ്. അതാണ് കേരളം മുഴുവൻ എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാണ്. ഈ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്നതിനൊപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോകണമെന്ന് കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പോകാൻ ഇവർക്കൊന്നും ആളില്ലാത്ത ഒരു അവസ്ഥയാണോ? ചിലപ്പോൾ അതായിരിക്കാം. ചിലപ്പോൾ ഈ ഒന്നിച്ചുള്ള ആളുകൾ അവരെ ബന്ധുവായിരിക്കാം. എനിക്കറിഞ്ഞുകൂടാതെ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും. അവർക്കൊരു പരിചയമില്ലാത്ത ഒരാൾ പറയുന്നത് അവർ കേൾക്കില്ലല്ലോ. അതെ, 26-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ മുന്നണിക്ക് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കണമെന്നാണ്. 20 മണ്ഡലങ്ങളിലും ജനങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ വോട്ടർമാരോടും ഐശ്വര്യപൂർണമായൊരു കേരളം, ധന്യമായൊരു കേരളം, മനോഹരമായൊരു കേരളം, ആ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ആ കേരളത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും, അതുപോലെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീകരഭരണം, ജനാധിപത്യ ധ്വംസനങ്ങൾക്കും പൗരാവകാശ നിഷേധത്തിനും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കുമെതിരെ പൊരുതാൻ, BJP ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ, എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളെയും ഒരു ശക്തിയായി കോർത്തിണക്കാൻ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ എല്ലാ വോട്ടർമാരോടും സവിനയം അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധി ഏപ്രിൽ 26 കാത്തിരിക്കാനാണ് പ്രധാനമന്ത്രി പറയുന്നത്. അടുത്ത മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടി വയനാട് അദ്ദേഹം വിടുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ വോട്ടെടുപ്പ് കഴിയണം, വേറൊരു സ്ഥലത്ത് മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കണം. എന്നാ പിന്നെ നേരത്തെ പോയാൽ പോരെ? പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ നിൽക്കണോ? അങ്ങനെയാണോ വിചാരിക്കുന്നത്? അദ്ദേഹം ഇവിടെ ജയിക്കൂന്ന് എന്താ ഉറപ്പ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ലേ. ജനങ്ങളാണ് പരമാധികാര ശക്തി. അവരുടെ കൈവശമാണ് വോട്ടവകാശം. ആരുടെയെങ്കിലും പോക്കറ്റിലാണ് ധരിച്ചേക്കരുത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയിരിക്കുന്നു, അത് ഞങ്ങളുടെ പോക്കറ്റിലാണ് എന്ന് ധരിച്ചാൽ അബദ്ധമായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ അപക്വമായ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും ഒക്കെ വലിയ മതി പിടിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ വയനാട്ടിൽ വന്ന് പോവുക, ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസ്യതയാണ്. അതുകൊണ്ട് ജനങ്ങൾ എതിരായി വോട്ട് ചെയ്യാൻ, രാഹുൽ ഗാന്ധിക്കെതിരായി വോട്ട് ചെയ്യാൻ, കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ജനങ്ങൾ എതിരായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ ആനി രാജ, ഇന്ത്യയിലെ ഒരു കരുത്തുറ്റ മഹിളാ നേതാവ് മത്സരിക്കുക. ആനി രാജക്ക് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യും. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ ഉള്ളൊരു മണ്ഡലമാണ് വയനാട്. ഈ അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ചില പ്രവണതകൾ ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയിട്ടുള്ള വളരെ അശ്ലീലകരമായിട്ടുള്ള പ്രചരണം, അത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രചരണത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യയുടെ തലമുറി ചൊട്ടിച്ചിട്ട് അടുത്ത കാലത്തല്ലേ ഒരു വാർത്തയുണ്ടാക്കിയത്? മാധ്യമങ്ങൾ കണ്ടില്ലേ? പക്ഷെ ഒരു മാധ്യമവും പ്രതികരിച്ചില്ല അതിൽ കേട്ടോ. നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഒരു മാധ്യമവും പ്രതികരിച്ചോ? ആരെങ്കിലും പ്രതികരിച്ചോ? ഇത് ആദ്യത്തെ സംഭവമല്ല. എൻ്റെ ഭാര്യയുടെ തലമുറിച്ചിട്ട് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കല്യാണത്തിൽ ഞാനും എൻ്റെ ഭാര്യയും പങ്കെടുത്തു. ഞങ്ങൾ ഒന്നിച്ചൊരു പടമെടുത്തു. സ്വപ്ന സുരേഷിൻ്റെ തലയെടുത്ത് എൻ്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സ്ഥാപിച്ച് പ്രചരിപ്പിച്ചവരാ കോൺഗ്രസ്സുകാർ. ഇപ്പോൾ തന്നെ എൻ്റെ ഭാര്യയുടെ തലവെട്ടി ഒരു കേന്ദ്രമന്ത്രിയുടെ തലക്ക് പകരം വെച്ചു വാർത്തയുണ്ടാക്കിയവരാണ്. അതിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കളാണ്. ഞാനത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി എന്തായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതിനു മുമ്പ് ഇതുപോലെ ചില പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്.
ഇപ്പോഴും വാർത്തകൾ സൃഷ്ടിക്കാൻ ചിലർ നടക്കുന്നുണ്ട്. അവരൊക്കെ വാർത്തകൾ സൃഷ്ടിച്ച് സ്വയം സമാപ്തി അടയട്ടെ. പക്ഷെ ഇതിൻ്റെ മുമ്പിലൊന്നും ഞങ്ങൾ ആരെങ്കിലും തലകുനിക്കില്ല. കാരണം ഞങ്ങൾക്ക് നിശ്ചയമുണ്ട്, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരല്ല, ഞങ്ങൾ ശരിയായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് സൈബർ ആക്രമണം നടത്തുക, അതുപോലെ തന്നെ തലമുറിച്ചൊട്ടിച്ച് വ്യാജമായ ചിത്രങ്ങൾ ഉണ്ടാക്കി പ്രചാരപരം നടത്തുക, വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് കെ ശൈലജ ടീച്ചറെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുക, ഇതെല്ലാം ഒരു കഴിവായി അവരുടെ പ്രാപ്തിയായി കണക്കാക്കി തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിക്കുകയാണ്. ഇതും ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിയും. ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ജനങ്ങളാണ് ഇന്നുള്ളത്. പണ്ട് ചിഹ്നം കൊടുക്കുന്നത് വായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇന്ന് ചിഹ്നവും അക്ഷരങ്ങളും ഏത് ഭാഷയിലുള്ള അക്ഷരങ്ങളും വായിക്കാൻ, ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ വായിക്കാൻ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. തെറ്റുകൾക്കെതിരായി ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും. ഈ സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതികരണം വടകര നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകും. 26 കഴിഞ്ഞ് മെയ് കഴിഞ്ഞ് ജൂൺ മാസം വോട്ട് എണ്ണുമ്പോൾ ആ പ്രതികരണം മനസ്സിലാകും. PS പണ്ട് രാഹുൽ ഗാന്ധിനെ അമൂൽ ബേബി എന്ന് വിളിച്ചിരുന്നു. ഇന്നിപ്പം പിണറായി അത് പറയാത്തത് ഈ വിശാല താല്പര്യമൊക്കെ പരിഗണിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഞാൻ പറഞ്ഞു. ഏത് ബേബി ആയിക്കൊള്ളട്ടെ, അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം തെറ്റായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഒരു ദേശീയ നേതാവ്, ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കേണ്ട ഒരാൾ, അതിനെ ദുർബലപ്പെടുത്താൻ BJPക്ക് വേണ്ടി വാദഗതി ഉന്നയിച്ച് ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം, ED അറസ്റ്റ് ചെയ്യണം, ജയിലിലടക്കണം. എന്താ അതിന് മറുപടി പറയുക? അതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. ഇവർ കോൺഗ്രസിനെ നയിച്ചാൽ എവിടെ എത്തും? അതാണ് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട ചിന്താ വിഷയം. ഈ സൈബർ ആക്രമണത്തിൽ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ഷൈജ ടീച്ചർ തന്നെ ഏപ്രിൽ 1-ാം തീയതി കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേസെടുത്തത്. അതെന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഞാൻ കൊടുത്തിട്ടുള്ള സൈബർ ആക്രമണം എൻ്റെ ഭാര്യയുടെ തലവെട്ടിയതിനെതിരായിട്ട് എൻ്റെ ഭാര്യ കൊടുത്ത പരാതിയുണ്ട്. അതിൻ്റെ മേലെ എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൊടുത്ത പരാതിയുണ്ട്. പോലീസിന്റെ ഭാഗത്ത് അതെന്താണെന്നുള്ളത് പരിശോധിക്കാതെ എനിക്ക് പറയാൻ സാധിക്കില്ല. പോലീസ് അന്വേഷണത്തിൽ പല ഘടകങ്ങൾ ഉണ്ടായേക്കാം.